ഹരി ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. ഈ വരുന്ന 17-ാം തീയതി നമ്മുടെ കേരളത്തിലെ മലയാള വർഷം ചിങ്ങമാസം 1-ാം തീയതിയാണ് വർഷപ്പിറപ്പ്. ഈ മാസത്തിലാണ് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ അതിൻ്റെ വിശേഷം എല്ലാവർക്കും അറിയാമല്ലോ. അത് സംബന്ധിച്ച ഒരു മംഗളവാർത്ത എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. പറയാൻ പോകുന്ന വിഷയം ശ്രീമദ് ഭാഗവതവും ഭാഗവത മാസാചരണവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ ശ്രീമദ് ഭാഗവതത്തിലെ ചില ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ സംഭാഷണം ആരംഭിക്കുന്നത്. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദി കവയേ മുഹ്യന്തി യത്സുഹൃദയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാ. ശുശ്രൂഷുഭിസ്തക്ഷണാത് സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ഹരി ഹരി ഹരി. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഞാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം പ്രേക്ഷകരും ഞാനും നമ്മൾ രണ്ടുപേരുമായി ഒരു 3 തവണ ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഓങ്കാരം ജപിക്കാറുണ്ട്. ആ ഓങ്കാരം ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കൂട്ട ജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിക്കണം. എന്നിട്ടോ അതിൻ്റെ അനുഗ്രഹവർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്ന് മനഃപൂർവ്വം വിചാരിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ്
ഭൂതലത്തോളമെങ്കിലും വികസിക്കുമല്ലോ. ആ വികാസമാണ് നമുക്ക് ഈ ശാസ്ത്ര പഠനം കൊണ്ടും ശ്രവണം കൊണ്ടും ഗ്രഹണം കൊണ്ടും അനുസരണം കൊണ്ടും നേടിയെടുക്കാനുള്ളത്. വസുധൈവ കുടുംബകം എന്നാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. പണ്ടേ മുതൽക്ക് നിങ്ങളുടെ വീട് വാസ്തവത്തിൽ ചുമര് കെട്ടിയുണ്ടാക്കിയിട്ട് പരിമിതമായ കുടുംബാംഗങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ല. വസുധൈവ കുടുംബകം, ഭൂതലം മുഴുവനും കുടുംബമാണെന്ന്. അപ്പോൾ എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക ഉറക്കെ. അത് ഭൂതലം മുഴുവൻ വ്യാപിക്കണം എന്ന് വിചാരിക്കും വേണം. 3 തവണ. കണ്ണടച്ചിരിക്കൂ. ഓ ഭാരതജനനിയുടെ സത്പുത്രന്മാരെ, സത്സന്താനങ്ങളെ, സത്പുത്രിമാരെ, ഭാരതജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, ഭക്തജനങ്ങളെ. നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒരു രാമായണ മാസമുണ്ട്. രാമായണ മാസം അത് വാസ്തവത്തിൽ ആഷാഢമാസമാണ്, കർക്കിടക മാസമാണ്. എപ്പോഴാണ് ഈ പരിശീലനം തുടങ്ങിയത് എന്ന് പറയാൻ പറ്റില്ല, വളരെ കാലങ്ങളായി. അപ്പോൾ ഒരു മാസം മുഴുവനും രാമായണം വായിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു രീതി, ഒരു തപോനുഷ്ഠാനം നമുക്ക് പരിചയമുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയതായിട്ടൊരു സംഗതി കൂടി കൂട്ടിച്ചേർക്കുക എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇന്നലെ ചിറ്റൂരിലെ വ്യാസപരമാത്മമഠം എന്ന ആ മഠത്തിലെ സ്വാമി വ്യാസാനന്ദനും പാറളിക്കാട്ടിലെ ഹരിഹരനും കൂട്ടരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പടപടപടാന്നങ്ങനെ സംസാരിച്ചു പോയി. അതിലെ ഹരിഹരനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, ബാക്കിയുള്ളവരെ അറിയില്ല. അപ്പോൾ അവർ എന്നോട് സംസാരിച്ചത് കൂടുതലും വ്യാസാനന്ദ സ്വാമിയാണ്. അദ്ദേഹം ചെറുപ്പം മുതലേ ഈ വ്യാസദേവൻ അങ്ങനെയുള്ളൊരു വിചാരക്കാരനായിരുന്നു എന്നാണ് പറയണത്. അവരെല്ലാവരും കൂടി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. സ്വാമിജി, ഈ വരുന്ന ഓഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതി ഈ കേരളം മുഴുവനും തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളും എല്ലാ ദിക്കിലുമുള്ള സുമാർ 1000 ക്ഷേത്രങ്ങളും കേന്ദ്രങ്ങളുമായി ശ്രീമദ് ഭാഗവതം ഒരു മാസം മുഴുവനും വായിക്കാനായിട്ട് പുറപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും തുടക്കവുമാണ് ഈ ഓഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതി എന്ന് പറഞ്ഞു. കേട്ടു. അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, സ്വാമിജി ഈ വിഷയത്തെപ്പറ്റി, ഈ ശ്രീമദ് ഭാഗവത മാസം ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും എത്ര കണ്ട് ആവശ്യമാണ്, പ്രയോജനപ്പെടും എന്നതിനെ പറ്റി ജനങ്ങളെ ഒന്ന് ഉദ്ബുദ്ധരാക്കത്തക്ക വിധത്തിലൊന്ന് സംസാരിക്കണം. അത് ഞങ്ങളെല്ലാവർക്കും അയച്ചു കൊടുത്ത് കേൾപ്പിക്കാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൽ തിരക്കൊക്കെ കൂട്ടിയവർ. മുമ്പും ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് വന്ന് പറയുക. പറഞ്ഞവസാനിപ്പിക്കുന്നത് തിരക്ക് ഞങ്ങൾക്ക് സമയമില്ല, സ്വാമി ഇപ്പം തന്നെ തരണം എന്നൊക്കെയാണ് പറയണത്. ചിരിക്കാതെ എന്തു ചെയ്യും, നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ഈ കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്ന് തീരുമാനിച്ചു. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ
ഞങ്ങളത് പ്രത്യേകം താല്പര്യത്തോടു കൂടി ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ദശാബ്ദങ്ങളിലേറെയായി പാർലിക്കാട്ട് നൈമിഷാരണ്യത്തിൽ ഇപ്പോൾ സഭാനികേതനിൽ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിലെ വേദവ്യാസ മഹർഷി പറഞ്ഞു വച്ചിട്ടുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങളെല്ലാം ജനങ്ങളെ അറിയിപ്പിച്ച് ആ തത്വമൂല്യങ്ങളും സിദ്ധാന്തങ്ങളിലും അവരുടെ ജീവിതത്തിൽ ഊടും പാവുമായി തീരണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നൈമിഷാരണ്യത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇത് ഏതാണ്ട് അങ്ങനെ ആയിരിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി കൃതാർത്ഥതയോടു കൂടി നമുക്ക് പറയാം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തോട് നമുക്കുള്ള പ്രതിബദ്ധതയും ആഭിമുഖ്യവുമെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും പുറമേയുള്ളവർക്കും കൂടി അറിയാം. ഞങ്ങളുടെ യൂട്യൂബ് പ്രോഗ്രാമും വലിയ വിശ്വവ്യാപകമായ വിഷ്ണു സഹസ്രനാമ യജ്ഞവും ഒക്കെ നടത്തിയത് അറിയാമല്ലോ. അപ്പോൾ ശരി, ഞാൻ ശ്രീമദ് ഭാഗവതമല്ലേ പറയാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് എനിക്ക് തോന്നണത്, എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പുറപ്പെടുമ്പോഴും അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു വിലമതിപ്പ്, ഒരു മൂല്യനിരൂപണം, അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം അറിഞ്ഞിരിക്കുമ്പോഴാണ് എന്ത് പ്രസ്ഥാനവും വേണ്ടതുപോലെ നടക്കുക. അല്ലെങ്കിൽ വാലും തുമ്പും ഇല്ലാതെ ആയിത്തീരും. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു രാജ്യമാണ്. നമ്മളൊക്കെ അതിനെ പറയുന്നത് ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമി എന്നാണ് പറയുക. പുണ്യഭൂമി, ജന്മഭൂമി എന്നല്ല, പുണ്യഭൂമി. പുണ്യഭൂമിയാണത്. ഈ പുണ്യഭൂമിയിൽ ചിരപുരാതനമായ ഒരു സംസ്കാരം നിലനിന്നു പോരുന്നു. ഈ സംസ്കാരം എവിടെയാണ് രൂപപ്പെട്ടത് എന്ന് ബ്രിട്ടീഷുകാരൊക്കെ എഴുതി വെച്ച ചരിത്രമാണ് പലരും വായിച്ച് അതിൻ്റെ പിന്നാലെയാണ് പോവുക. എനിക്ക് തോന്നുന്നത്, ജനങ്ങൾ എവിടെ താമസിച്ചു വാഴാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു ജനസമുദായമായി, അത് പുഴയുടെ തീരത്തേ പറ്റുള്ളൂ. അത് വറ്റാത്ത പുഴയാവണം. അങ്ങനെ അവർ കണ്ട ഒരു പുഴയാണ് നമ്മുടെ വിശേഷപ്പെട്ട ഭാഗീരഥി ഗംഗ. അതിൻ്റെ സമതല പ്രദേശങ്ങൾ ധാരാളമുണ്ട്. ആ പുഴ ചിലപ്പോൾ അങ്ങും ഇങ്ങും വഴിമാറിയൊക്കെ ഒഴുകും. അതിനൊക്കെയുള്ള സൗകര്യങ്ങളുള്ള സമതലങ്ങളും തീരങ്ങളുമുണ്ട്. അവിടെ ആകണം നമ്മുടെ സംസ്കാരം പൊട്ടിമുളച്ചത്. ആ സംസ്കാരത്തെ മതം എന്നല്ലേ പറയുക. അത് ഒരു ധർമ്മസിദ്ധാന്തവും ധാർമ്മിക നിഷ്ഠയും ധർമ്മജീവിതവുമാണ്. അതിന് ശരിക്കുള്ള പേരെന്താ? സനാതനധർമ്മം, സനാതനമായിട്ടുള്ള ധർമ്മം. എന്താ ഈ സനാതനധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ ഒരു ശക്തി, നമ്മെ സന്ധാരണം ചെയ്യാനുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ ആപത്തിലും സമ്പത്തിലും നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലുമെല്ലാം നമ്മുടെ ഉൾവ്യക്തിത്വം തകർന്നു പോകാതെ പരിരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി ഈ സനാതനധർമ്മത്തിനുണ്ട്. അത് സനാതനമായ ഒരു പൊരുളിനെ ചൊല്ലിയുള്ള ധർമ്മമാണ്. മാത്രമല്ല മനുഷ്യനെ സനാതനനാക്കി തീർക്കുന്നതുമാണ്. ഇതാണ് അതിൻ്റെ വിശേഷം. ആ സനാതനധർമ്മത്തെ ഒരാൾക്കും ഒരു കാലത്തും ഇല്ലാതെയാക്കാൻ പറ്റില്ല. എന്താ കാരണം? അത് സനാതനമാണല്ലോ. ഇപ്പോൾ അഗ്നിയുടെ ചൂട് ഇല്ലാതെയാക്കാൻ പറ്റുമോ? ഐസിൻ്റെ തണുപ്പില്ലാതെയാക്കാൻ പറ്റുമോ? അതുപോലെ ഇതും പറ്റില്ല. അത് നല്ല പോലെ എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഈ സനാതനധർമ്മത്തിൽ പ്രധാനമായും ആദ്യം രൂപപ്പെട്ടതാണ് നമ്മുടെ വേദങ്ങളും വേദോപനിഷത്തുകളുമെല്ലാം. ആദ്യകാലത്ത് വേദം ചൊല്ലി പഠിപ്പിച്ചതാണ്, എഴുതി പഠിപ്പിച്ചിട്ടില്ല. ചൊല്ലുക പഠിക്കുക കേട്ട് പഠിക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഈ വേദം എന്നുണ്ടായി എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ആരോടെങ്കിലും ചെന്ന് ചോദിച്ചാൽ പറയും എൻ്റെ ഗുരു പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ എൻ്റെ ഗുരു പഠിപ്പിച്ചതാണെന്ന് പറയും. അങ്ങനെ നിങ്ങൾ അവസാനത്തെ ആളുടെ അടുത്ത് ചെന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളത് എൻ്റെ ഗുരുമുഖത്തിൽ നിന്ന്, എൻ്റെ ഗുരുവിൻ്റെ മുഖത്തിൽ നിന്ന് ഞാൻ കേട്ടു എന്നാണ് പറയുക. അപ്പോൾ പിന്നെ തുടക്കം എങ്ങനെയാണ് അറിയുക? അതുകൊണ്ട് നമ്മുടെ വേദങ്ങൾ അനാദിയാണ്, ആ പൗരുഷേയമാണ്. അത് പഠിപ്പിച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആദ്യമായി നമ്മുടെ ഇവിടെ രൂപം പൂണ്ട ഒരു എഴുതിയ സാഹിത്യമാണ് രാമായണം. അത് ത്രേതായുഗത്തിലാണ് രൂപം പൂണ്ടത്. അത് എഴുതിയത് വാൽമീകി മഹർഷിയാണ്. ആരായിരുന്നു ഈ വാൽമീകി മഹർഷി? ഒരു വനചോരൻ, കാട്ടാളൻ. അദ്ദേഹം അതിലെ പോകുന്ന ആൾക്കാരെയൊക്കെ കവർന്ന്
അതിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് കൊണ്ടും സമ്പാദ്യം കൊണ്ടും കുടുംബത്തിനെ പരിപോഷിച്ചു പോന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുൻപിൽ 7 മഹർഷിമാരിങ്ങനെ വരണുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇവരുടെ അടുത്ത് നല്ലപോലെ മടിക്കനമുള്ളവരാണെന്ന്. പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ജലപാത്രവും ഒരു യോഗദണ്ഡും മാത്രമാണ്. അപ്പോൾ അവരോട് നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞു. ആര്? നമ്മുടെ രത്നാകരൻ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ പോവുകയാണല്ലോ, ജനങ്ങളെ അനുഗ്രഹിക്കുക, ജനങ്ങളുടെ നന്മ ഇച്ഛിക്കുക, ഇതാണ് നമ്മുടെ സ്വഭാവം. ഇത് ആരടാപ്പാൻ നിൽക്കടാന്ന് പറയാൻ എന്ന് പറഞ്ഞ് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. ആ ഒരൊറ്റ നോട്ടത്തിൽ രത്നാകരൻ്റെ സപ്തനാഡിയും തളർന്നു. തളർന്നത് മാത്രമല്ല, അത് ക്ഷീണം കൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ, ഒരു നിലയ്ക്ക് ഒരു സ്പർശമായിരുന്നു അത്. ആ മഹർഷിമാരുടെ കാഴ്ച കൊണ്ട് കിട്ടിയ ഒരു സ്പർശം. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. എന്താണോ താനിങ്ങനെ ചെയ്യണം? ഞങ്ങളുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ആർക്കെന്ത് വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. എല്ലാവരും ഞങ്ങളുടെ കാക്കൽ വന്ന് വീഴും, അനുഗ്രഹിക്കാൻ പറയും, അവർക്ക് മംഗളം നേരും, വേണ്ടത് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ എല്ലാം കൂടിയുള്ളത് ഈ യോഗദണ്ഡും ജലപാത്രമോ, ഇതാണോ തനിക്ക് വേണ്ടത്, കൊണ്ടുപോയിക്കോളൂ. ഇനി ഞങ്ങളുടെ ഉള്ളിലുള്ളത് തട്ടിപ്പറിക്കാൻ പറ്റിയാൽ അതും വിശേഷമാണ്, തട്ടിപ്പറിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ ഭാഷ, ഒരു പുതിയ സന്ദേശം, എല്ലാം കൂടി രത്നാകരൻ കുടുങ്ങി. അങ്ങനെ ഉണ്ടായ സംസാരത്തിൽ താൻ ചെയ്യുന്ന പ്രവൃത്തി പാപമാണ്, തെറ്റാണ്. എൻ്റെ കുടുംബവും കുട്ടികളെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണതാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പരോപദ്രവം, പരദൂഷണം, ഇതൊക്കെ പാപമാണ്. അപ്പോൾ ഈ പാപമുള്ള പ്രവൃത്തി ചെയ്താൽ ശരിയാവില്ല. പ്രവൃത്തിയിൽ നിന്ന് തനിക്ക് കിട്ടുന്നത് സമ്പാദ്യമാണ്. ആ സമ്പാദ്യം ഭൗതികമാണ്. പക്ഷേ പുറത്ത് കാണാൻ പറ്റാത്ത ഒരു വലിയ പാപമാണ് ഈ പ്രവൃത്തി കൊണ്ടുവരണത്. അത് എൻ്റെ ഭാര്യയും കുട്ടികളെയും പുലർത്താനാണ് ഞാൻ ഈ പണം ഉപയോഗിക്കുന്നത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലുള്ള പാപം അവരനുഭവിക്കുമോ എന്ന് നിനക്കറിയാമോ? അതറിയില്ല. പോയി ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ പോയപ്പോൾ പറഞ്ഞത് എന്താ? കെട്ടിയവന് പുലർത്തേണ്ട ചുമതലയുണ്ട്. അങ്ങയുടെ കുട്ടികളെയാണ് ഞാൻ സംരക്ഷിക്കുന്നത്. അതിനുള്ള വക അങ്ങ് സമ്പാദിച്ചു കൊണ്ടുവരേണ്ടതാണ്. എങ്ങനെ സമ്പാദിച്ചു എന്ന് ഞങ്ങളാരും അന്വേഷിക്കില്ല, അത് അങ്ങയുടെ ചുമതലയാണ്. പാപമുണ്ടെങ്കിൽ ആ പാപത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പത്നി, ഭാര്യ. പോരെ, ഇനി എന്തു വേണം? കത്തുന്ന തീയിൽ എണ്ണ ഒഴിച്ച പോലെയായി രത്നാകരൻ്റെ മനസ്സ്. അങ്ങനെ ഓടിച്ചെന്ന മഹർഷിമാരുടെ കാക്കൽ വീണു അങ്ങോട്ട് കാല് പിടിച്ചു. എനിക്ക് ഈ ലോകത്തിൽ ഇനി ആരുമില്ലേ, താങ്കൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, എന്നെ രക്ഷിക്കണേ, എനിക്ക് വേണ്ടത് പറഞ്ഞു തരണേന്നായി. ഈ മനുഷ്യനോട് എന്താ പറഞ്ഞു കൊടുക്കുക? വലിയ മന്ത്രവും തന്ത്രവും ഒക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. കേട്ടോ, താനൊരു കാര്യം ചെയ്യുക, രാമരാമ എന്ന് ജപിച്ചോളൂ എന്ന് പറഞ്ഞു. ആ രാമരാമ ജപിച്ചു. അത് ആദ്യം വലിയ ഉച്ചത്തിലാണ് ജപിച്ചത്. പിന്നെ ശബ്ദം കുറഞ്ഞ് ഇരുന്നിടത്തിരുന്ന് ചുണ്ടനങ്ങി അനക്കോന്നുന്നു. ഉള്ളിലായി ജപം, അതിൻ്റെ വേഗത കുറഞ്ഞു. അവസാനം രാമ രാമ, മനസ്സ് തന്നെ നിന്നു. എല്ലാം നിശ്ചലമായി. ആ നിശ്ചലത അങ്ങനെ തുടർന്നു. അനങ്ങാത്തൊരു സ്ഥലത്ത് ഉറുമ്പ് വന്നിരിക്കും. അങ്ങനെ ഉറുമ്പ് വന്ന് അതിൽ പുറ്റുണ്ടാക്കി. എപ്പോഴാണ് ഉണർന്നതെന്നുള്ളത് അറിയില്ല. ഉണർന്ന് നോക്കിയപ്പോൾ അന്നൊക്കെ വെറിയ ചെറിയ ചെടികളായിരുന്ന ചെടികൾ പടുവൃക്ഷങ്ങളായിരിക്കുന്നു. അപ്പോഴാണ് വാൽമീകിക്ക് മനസ്സിലായത്, ഞാൻ കുറേ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി ഈ ഇരിപ്പിൽ നിന്ന്. ആ പുറ്റിൽ നിന്ന് വന്നതിനാൽ, വൽമീകം എന്ന് പറഞ്ഞാൽ പുറ്റാണ്, രത്നാകരൻ വാൽമീകി മഹർഷിയായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. എന്താണത്? ഞാനോ പരമദുഷ്ടനായിരുന്നു. ആ ദുഷ്ടതയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയത് മഹർഷിമാരെ കണ്ടിട്ടാണ്. മഹർഷിമാർ കാട്ടിലല്ലേ ഉണ്ടാവുള്ളൂ, നാട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർക്ക് എന്നെപ്പോലെയുള്ള ദുഷ്ടത കൈവിട്ടു പോവാൻ എന്തു വേണം എന്നിങ്ങനെ ആലോചിച്ചു. അതിനൊരു വഴി മാത്രമേ ഉള്ളൂ. അവർക്ക് അതിവിശിഷ്ടനായിരിക്കുന്ന ഒരാളെ മനസ്സിൽ നിർത്താനും ആരാധിക്കാനും അനുസരിക്കാനും അനുകരിക്കാനും വേണ്ടി ഒരാളെ കൊടുക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ആരാ? അങ്ങനെ ആലോചനയിലാണ്ട വാൽമീകി മഹർഷിയുടെ കുടീരത്തിലേക്ക് നാരദ മഹർഷി വന്നു. അപ്പോൾ സ്വാഗതം ചെയ്തതിന് ശേഷം ചോദിച്ചു, നാരദ മഹർഷി, അങ്ങ് ത്രിലോകങ്ങളിലും സ്വച്ഛന്തം സഞ്ചരിക്കുന്നവനാണ്.
ആ സഞ്ചരിക്കുന്ന അങ്ങയ്ക്ക് എല്ലാം അറിയാം. അപ്പോൾ എനിക്ക് ഒരു ചോദ്യമുണ്ട് അങ്ങയുടെ മുൻപിൽ. ഈ ലോകത്തിൽ സദാചാരനിഷ്ഠനും മിടുമിടുക്കനും വീരനും ശൂരനും ധർമ്മിഷ്ഠനും ത്യാഗോജ്വലനും ദയാലുവുമായിട്ട് ആരെങ്കിലും ഒരാളുണ്ടോ? ഉണ്ടായിരുന്നു എന്ന് പറയരുത്, ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയൂന്ന്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ കൂട്ടരെ? ഭാരതമാണത്. ഇതാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഭാരതം എപ്പോഴും ഞാൻ പറയും ധർമ്മപ്രസവമാണെന്ന്. ഇവിടെ ധർമ്മിഷ്ഠരെ എന്നും പ്രസവിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതഭൂമി. ഒരു കുറവുമില്ല. നാരദന് ഒരു സംശയമില്ലാതെ ഉണ്ട്, എനിക്കറിയാം. അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രൻ രാമനാണ് അങ്ങ് അന്വേഷിക്കുന്ന ആൾ. രാമൻ വളർന്നു വന്നുകൊണ്ടിരിക്കുക, അധികം വയസ്സായിട്ടില്ല. ഇതുവരെ എനിക്ക് അറിയുന്നിടത്തോളം സംഗതികൾ ഞാൻ പറഞ്ഞു തരാം, ബാക്കിയുള്ളത് അങ്ങ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് മഹർഷി പോയി. തേടിയ വള്ളി കാലിലെ അരടിയ പോലെയായി. ആർക്ക്? വാൽമീകിക്ക്, രത്നാകരന്. അവിടെ അങ്ങടാണ് ശ്രീരാമചരിതം എഴുതാൻ തുടങ്ങിയത്. 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിൽ വാൽമീകി മഹർഷി ആദ്യന്തം പ്രതിപാദിച്ചിട്ടുള്ളത് എന്താ? രാമൻ എന്ന് പറയുന്ന രാജകുമാരനും പിന്നീട് രാജാവായ ആ രാജാവും. ഇങ്ങനെ 2 പേരെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒക്കെ മനുഷ്യചരിതമാണ്, രാജാവിൻ്റെ ചരിതമാണ്. ശ്രീരാമൻ്റെ ശരിയായ ആ സ്ഥാനപ്പേരെന്താ എന്ന് ചോദിച്ചാൽ മര്യാദാ പുരുഷോത്തമൻ. മനുഷ്യനായി ജനിച്ചാൽ ഏറ്റവും ഉത്തമ രീതിയിൽ ജീവിക്കുന്ന ഒരുവന് എന്തെല്ലാം ലക്ഷണങ്ങളോ ഗുണങ്ങളോ മേന്മകളോ നേട്ടങ്ങളോ വേണോ അതൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ രാമായണത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അനുസരിച്ച് അനുഷ്ഠിച്ച് ശ്രീരാമനെ പോലെ ആകാൻ ഉള്ളതാണ്. നമുക്കൊരു പഴമൊഴിയുണ്ട്, എന്താ? രാമൻ ചെയ്തത് ചെയ്യൂ, കൃഷ്ണൻ പറയുന്നത് കേൾക്കൂന്ന. രാമൻ ചെയ്തത് ചെയ്യൂ, കൃഷ്ണൻ പറഞ്ഞത് കേൾക്കൂന്ന്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ രാമായണമാണ് നമ്മൾ വായിക്കുന്നത്. ഇനി നമുക്കുള്ള ഒരു ഇതിഹാസം, ഒരു മനുഷ്യചരിത്ര കഥനം എന്താണെന്ന് വെച്ചാൽ, ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ വ്യാസദേവൻ എഴുതിയുണ്ടാക്കിയതാണ് 1,25,000 ശ്ലോകങ്ങളുള്ള വ്യാസമഹാഭാരതം. അതിൽ ശ്രീരാമജീവിതത്തിലെല്ലാം സുന്ദരമാണ്, സാഹോദര്യവും എല്ലാം. അതുപോലെയല്ല, സഹോദരന്മാർ തമ്മിൽ തന്നെ ധർമ്മവും അധർമ്മവും എന്നുള്ള പേരിൽ പിളർന്നു, ഇടഞ്ഞു. അതിൽ ദുര്യോധനൻ യുധിഷ്ഠിരാദികളെ അരക്കില്ലത്തിലിട്ട് തീ കൊടുത്ത് കൊല്ലാൻ വരെ പരിശ്രമിച്ചു എന്നുള്ളതാണ് അതിലത്തെ ദുഷ്ടത. അതൊക്കെ അതിജീവിച്ച് അവർ കാര്യങ്ങൾ നടത്തി അവസാനം അവരും ലോകം വിട്ടു. ഈ 2 മനുഷ്യചരിത കഥനങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൂടാതെ നമുക്കിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥം, മഹാഭാരതത്തിൽപ്പെട്ടതാണല്ലോ ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയും ഉപനിഷത്തും പിന്നെ ബ്രഹ്മസൂത്രവും കൂടി ചേർന്നതാണ് നമ്മുടെ പ്രസ്ഥാനത്രയം. അതിലധിഷ്ഠിതമാണ് ഇവിടെയുള്ള സംസ്കാരവും എല്ലാം തന്നെ. ഇതിപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇത് 2ലും പെടാത്തതാണ്. എന്താ ശ്രീമദ് ഭാഗവതത്തിനുള്ള വിശേഷം? അതിൽ ഭഗവാനെയും ഭക്തന്മാരെയും കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, ഭഗവത് കഥകൾ. എന്നാൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ സൃഷ്ടി. വേറെ ഒരാൾക്കും ഒരു ലോകം സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ. ഈ സൃഷ്ടിക്കപ്പെട്ട ലോകം എവിടെയാണ് നിൽക്കണേ ചോദിച്ചാൽ നിൽക്കാൻ സ്ഥലമില്ല. ആകാശമടക്കം എല്ലാം നിൽക്കണമെങ്കിൽ എവിടെയാണ് നിൽക്കുക? ബാക്കി 4 ഭൂതങ്ങളും നിലകൊള്ളുന്നത് ആകാശത്തിൽ. എന്നാൽ ആകാശത്തിൻ്റെ നിൽപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, മറുപടി പറയാൻ പറ്റുമോ? അപ്പോൾ ഈ ലോകം എവിടെയാണ് നിൽക്കണത് ചോദിച്ചാൽ ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മുടെ വാസം. ഭൂമി ചുറ്റുന്നത് എത്രയാ? 25,000 കിലോമീറ്ററോ മറ്റും സ്പീഡിലാണ് മണിക്കൂറിൽ അത് ചുറ്റുന്നത്. സർവ്വഗോളങ്ങളും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ കൂട്ടിയിടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വിശേഷപ്പെട്ട ഒരു ബുദ്ധി ഇതിൻ്റെ പിന്നിലുണ്ട്, ഇതിന് രൂപം കൊടുത്ത് ഇതിനെ നിലനിർത്തുന്നത്. ഇങ്ങനെ ഭഗവാന്റെ വിശേഷങ്ങളും ഭക്തന്മാരുടെ ഗുണലക്ഷണങ്ങളും മേന്മകളും മഹിമകളും അതിലെല്ലാം ഉണ്ട്.
ജ്ഞാനവുമുണ്ട്, വൈരാഗ്യവുമുണ്ട്, ജീവൻ മുക്തിയുമുണ്ട്, ഭക്തിയുമുണ്ട്, എല്ലാം കൂടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിനുള്ള ഒരു സ്ഥാനം വിശേഷപ്പെട്ടതാണ്. രാമായണം മനുഷ്യചരിതം, മഹാഭാരതവും മനുഷ്യചരിതം. ഇവിടെയോ ഭഗവച്ചരിതം, ഭക്തചരിതം. ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള വ്യവഹാരം എന്താ, സമ്പർക്കം എന്താ, ഭക്തൻ എങ്ങനെ ഭഗവാനായിത്തീരാം, ഭഗവാൻ എന്നെ എങ്ങനെ ഭക്തന്മാരെ സഹായിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ അടിമുടി പറഞ്ഞിരിക്കുന്നത്. ആ ശ്രീമദ് ഭാഗവതം വായിച്ച് കേട്ടാൽ മതി. പരീക്ഷിത്ത് എത്ര ദിവസമാണ് കേട്ടത്? 6.5 ദിവസം. അത് സംസ്കൃത ഭാഷ 2 പേർക്കും അറിയാമായിരുന്നു. പറഞ്ഞു കൊടുത്ത ശുഖമഹർഷിക്കും കേട്ട പരീക്ഷത്തിനും. അപ്പം ഞാനിപ്പോൾ മലയാളം പറയുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കാറില്ലേ? അതുപോലെയായിരുന്നു അത്. അങ്ങനെ കേട്ട് സംശയങ്ങൾ തീർത്ത് മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞു. എന്നിട്ടോ പരീക്ഷിത്ത് എന്ത് പറഞ്ഞു ശുഖമഹർഷിയോട്? മഹർഷിയെ, അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. എൻ്റെ കൃതജ്ഞത, കൃതാർത്ഥത, അങ്ങയോടുള്ള കടപ്പാട് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. 6.5 ദിവസം കഴിഞ്ഞു. അങ്ങ് പറയാനുള്ളത് പറഞ്ഞു, ഞാൻ കേൾക്കാനുള്ളത് കേട്ടു. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാനിതാ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങാൻ പോകുന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളാണ് ലോകത്തെ കാണുന്നത്. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ലോകവുമില്ല. ആ ഇന്ദ്രിയങ്ങൾ, ലോകത്തോടു കൂടി ബന്ധപ്പെടുത്തുന്ന ഇന്ദ്രിയങ്ങളെ ഞാൻ പിൻവലിക്കാൻ പോവുകയാണ്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചു, മനസ്സിൽ നിന്ന് ബുദ്ധിയെ പിൻവലിച്ചു. ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ ചെന്ന് വിലയം പ്രാപിച്ചു. അപ്പോഴാണ് തക്ഷകൻ്റെ വരവ്, കടിയും. ആ കടിയിൽ നിന്നുണ്ടായ തീയിൽ പരീക്ഷത്തിൻ്റെ ശരീരം വെന്ത് വെണ്ണീറായി. ആ സമയത്ത് പരീക്ഷിത്ത് അവിടെ ഇല്ല. പരീക്ഷിത്ത് ദേഹവും ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ലോകവുമെല്ലാം വിട്ട് അന്തർലീനനായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരാണ് നടന്ന സംഭവം, തക്ഷകൻ വന്നതും കടിച്ചതും ഒക്കെ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? 6.5 ദിവസം ശ്രീമദ് ഭാഗവതം കേട്ട് പരീക്ഷത്തിനുണ്ടായ നേട്ടമാണിത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ശ്രീമദ് ഭാഗവതം മരണത്തെ കീഴടക്കിയ മഹാസ്ത്രമാണെന്ന്. മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം, അതെ, അങ്ങനെ തന്നെ. അതൊരു പാരമഹംസ്യ സംഹിതയാണ്. എല്ലാവരും അതിനെ മഹാപുരാണം, പുരാണം എന്ന് പറഞ്ഞ് പുരാണത്തിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് വിട്ടുകളയും. അങ്ങനെയല്ല. ഹംസം എന്ന് പറയുന്നത് മനുഷ്യ ജീവനെയാണ്. ആ ഹംസം എന്ന് പറയുന്ന ജീവൻ കാര്യങ്ങൾ മനസ്സിലാക്കി തത്വജ്ഞാനം, സാക്ഷാത്കാരം കൈവന്നു കഴിഞ്ഞാൽ പരമപദത്തിലേക്കെത്തും. അങ്ങനെ പരമപദത്തിലേക്കെത്തിയ ജീവൻ മുക്തനായി തീർന്ന ഒരു ആളെയാണ് ഈ പരമഹംസൻ എന്ന് പറയുക. ഞങ്ങളൊക്കെ പരമഹംസന്മാരാണെന്ന്. ആ പരമഹംസൻ എഴുതിയിട്ടുള്ള ചരിത്രമാണത്, വിവരണമാണത്. അത് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ പരമഹംസന്മാർ തന്നെ വേണം. അതിലുള്ള വൈരാഗ്യം, അതിലുള്ള ആ ജ്ഞാനം, അതിൻ്റെ അതിസൂക്ഷ്മമായിരിക്കുന്ന നിലനിൽപ്പ്, ഭാവം, സമ്പന്നത, അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം എന്താ? അത് ഉൾ സമൃദ്ധി, ഉൾ നിറവ്, ആനന്ദപ്രദമായിരിക്കുന്ന ഉൾധനം, ഇതൊക്കെയാണ് ഭാഗവതം, ശ്രീമദ് ഭാഗവതം വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും. ഒരു കാശ് ചെലവില്ല. അതിൻ്റെ വിഭവങ്ങളും അതിൻ്റെ സമ്മാനങ്ങളും നമുക്ക് കൈക്കലാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം ഒരു മാസത്തിൽ നമ്മൾ വായിക്കണം എന്നുള്ളത് ഇന്നല്ല, എന്നോ തുടങ്ങേണ്ടതായിരുന്നു. ഈ രാമായണ മാസം ഉള്ളതുപോലെ ശ്രീമദ് ഭാഗവത മാസം എന്നോ തുടങ്ങേണ്ടതായിരുന്നു. ഇന്നിപ്പോൾ ഒരു 10,000 ക്ഷേത്രങ്ങളിലും മറ്റുമായി നടത്താൻ പോകണമെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും കൃതാർത്ഥതയും തോന്നി. ഞാൻ ശ്രീമദ് ഭാഗവതം പ്രചരിപ്പിക്കുന്ന ആളാണല്ലോ. നൈമിഷാരണ്യത്തിൽ നമ്മുടെ സഭാനികേതനും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. പ്രതിമാസം അവിടെ 2-ാം ശനിയാഴ്ച ശ്രീമദ് ഭാഗവതത്തെ ഒരു ശാസ്ത്രമായി പരിഗണിച്ചുകൊണ്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. എല്ലാ 2-ാം ശനിയാഴ്ചകളിലും കൊല്ലത്തിലൊരിക്കൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രവുമുണ്ട്.
ശ്രീമദ് ഭാഗവതം തന്നെ പൂർണ്ണമായി അവിടെ പഠിപ്പിക്കണം എന്നൊരഭിപ്രായം എനിക്കുണ്ട്. അതിനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ താമസിച്ച് നല്ല നിലയ്ക്ക് അവരെ പഠിപ്പിക്കണം എന്നാണ്. അപ്പോൾ അധിവാസത്തോടു കൂടിയിട്ടുള്ള പഠിപ്പാവണം. അതിനെ ഒരു ശാസ്ത്രമായിട്ട് മനസ്സിലാക്കണം. സദ്യോ ഹൃദ്യ അപരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാതെന്ന്. ഈ ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ കേൾക്കുകയാണെങ്കിൽ ആ കേട്ടതിനാൽ മാത്രം ഈശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേ, തൻ്റെ ഹൃദയത്തിൽ ഈശ്വരനെ അവരോധിക്കാൻ സാധിക്കും എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വാഗ്ദത്തവും പ്രഖ്യാപനവും. 2-ാം ശ്ലോകത്തിൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾ കൂട്ടരെ? എന്താത്? അങ്ങനെ തന്നെയാ, ഒരു കടുകുമണിയോളം വ്യത്യാസമില്ല. അത് വേണ്ടതുപോലെ കേട്ടാൽ മതി. അതിലുള്ള അവതരണങ്ങൾ, സംവാദങ്ങൾ, പ്രതിപാദനങ്ങൾ, തത്വങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ മനസ്സങ്ങോട്ട് നിറയാൻ തുടങ്ങും, ബുദ്ധി അങ്ങോട്ട് വികസിക്കാൻ തുടങ്ങും. ബുദ്ധിയുടെ സൂക്ഷ്മത കൂടി 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 വരും. അവസാനമോ സദ്യോ ഹൃദ്യവരുദ്ധ്യതേ, നമ്മുടെ ഹൃദയത്തിൽ നാം ഭഗവാനെ, ഈശ്വരനെ പ്രതിഷ്ഠിക്കും. എവിടെ പോയി കാര്യങ്ങൾ? നിങ്ങൾ ഓടി നടക്കണു, എവിടെയൊക്കെയോ ഓടി നടക്കണു. ഓടി നടന്ന് ഓടാനും നടക്കാനും പയ്യാതെ ആവുന്നവരെ ഓടി നടക്കും. അത് കഴിഞ്ഞാൽ അത് നിർത്തും. എന്നിട്ടോ കാര്യം കിട്ടിയോ? ക്ഷേത്രത്തിലുള്ള ബിംബം ഈശ്വരനെ നാം അതിൽ കാണുന്നു. ആ കാണുന്ന ഈശ്വരൻ ബിംബത്തിൽ മാത്രമല്ല, മതൽക്കെട്ടിലും ഒതുങ്ങി നിൽക്കുന്നില്ല. അത് വിശ്വം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം എന്താ? വിശ്വം. അതെ അതെ അതെ, ഈ വിശ്വം ഭഗവാനാണ്. ഈ വിശ്വം കൊണ്ട് മാത്രമാണ് നാം ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഈ വിശ്വം എന്ന് പറയുന്നത് ഒരു പരിലസനമാണ്, ഒരു പ്രകടനമാണ്, ഒരു അഭിവ്യക്തിയാണ്. ഇങ്ങനെ വിശ്വം എന്ന പരിലസനം ഭഗവാന്റെ മാത്രമാണ്. അതിൽ വേറെ ഒരാൾക്കും പങ്കില്ല. ഇല്ല ഇല്ല. എന്താ നിങ്ങൾ ഈ പറയണത്? നമ്മുടെ ഭൂമി മാത്രമാണോ ഇവിടെ ഗോളം? ഭൂമി ഒരു ഗോളം, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ എന്താ തിങ്കൾ ചൊവ്വ എന്നൊക്കെ പറയുന്നത് ഗോളങ്ങളുടെ പേരാണല്ലോ. അങ്ങനെ നക്ഷത്രങ്ങളുടെ പേരാണല്ലോ അശ്വതി മുതൽ. നമ്മളെ എല്ലാം ഈ പ്രപഞ്ചത്തോട് നമ്മളെ ഇണക്കുന്നതാണ്. അതാണ് ഈ വസുധൈവ കുടുംബകം എന്ന് നമ്മൾ പറഞ്ഞത്. എത്ര വിശേഷപ്പെട്ടതാ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം എന്താണത്? അതിനെപ്പറ്റി 2 പ്രസ്താവനകളാണ്. ഒന്ന് സ്വാദുസ്വാദു പദേ പദേ എന്ന്. കേൾക്കണുണ്ടോ നിങ്ങൾ? ഗ്രഹിക്കണപ്പാ. സ്വാദുസ്വാദു പദേ പദേ. ശ്രീമദ് ഭാഗവതത്തിലുള്ള പദമുണ്ടല്ലോ, അതിൽ ഓരോ പദവും പ്രത്യേകം സ്വാദിഷ്ടമാണത്. വിശേഷ സ്വാദ ഓരോ പദത്തിലും. സ്വാദു ദിനേ ദിനേ. ആ ഭാഗവതം വായിക്കുകയോ കേൾക്കുകയോ ചെയ്ത് അനുസരണം തുടങ്ങിയാൽ അതൊരു ശീലമായി എന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് സ്വാദ് കൂടി 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 വരുന്നു. അതുമാത്രമല്ല, ശ്രീമദ് ഭാഗവതം അതിവിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്. വേദങ്ങളിലും വേദാന്തങ്ങളിലും മറ്റെന്തെല്ലാം ന്യായശാസ്ത്രങ്ങളുണ്ടോ, അധ്യാത്മമായതും അല്ലാത്തതുമായ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ശ്രീമദ് ഭാഗവതത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്കവിടെ കാണാം. എല്ലാം തന്നെ അങ്ങനെ വിശേഷപ്പെട്ടതാ. എന്നാൽ അതിലുള്ള പദങ്ങൾ, അതിലുള്ള പ്രതിപാദനങ്ങൾ, അതിലുള്ള വ്യാകരണ വിശേഷങ്ങൾ ഇതെല്ലാം കൂടി ഒന്നിച്ചു നോക്കുമ്പോൾ വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. അറിവുള്ളവർക്ക് ശ്രീമദ് ഭാഗവതം ഒരു പരീക്ഷയാണെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു ഭാഗത്തത് എല്ലാവർക്കും സുഗമമാണ്, കേൾക്കാനും ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും അനുസരിക്കാനും ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയാക്കി തീർക്കാനും എല്ലാം എളുപ്പമാണ്. എത്ര സപ്താഹങ്ങളാണ് കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും നടക്കുന്നത്. ആ സപ്താഹം കൊണ്ട് മാത്രമായില്ല
വേദവ്യാസൻ പ്രതിപാദിച്ച തത്വമൂല്യ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം തുടങ്ങിയത്. എത്ര ആൾക്കാരാണ് വന്ന് കേൾക്കുന്നത്, എത്രമാത്രം സന്തോഷം. കാലത്ത് വന്നിരുന്ന ആ കസേര അവർ മാറില്ല. ഞാൻ അവരെ പ്രത്യേകിച്ചും അച്ചടക്കമൊക്കെ പഠിപ്പിക്കാറുണ്ട്. ആരോടും ഒന്നും വായിക്കാനും പിടിക്കാനും ഒന്നും സമ്മതിക്കില്ല. ഇപ്പോഴും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിശേഷപ്പെട്ടതാണ് ശ്രീമദ് വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. ആർക്കാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം പരീക്ഷ? വിദ്യാവതാം, അറിവുള്ളവർക്ക്. അറിവില്ലാത്തവർ പിന്നെ അത്ര ചിന്തിക്കില്ലല്ലോ. ചിന്തിക്കുന്നവർക്കൊരു പരീക്ഷ പോലുമാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യൻ്റെ മനസ്സ് നിറച്ച് ബുദ്ധിയെ വികസിപ്പിച്ച് അതിസൂക്ഷ്മമാക്കി എങ്ങും പരിപൂർണമായി പരിലസിക്കുന്ന പരമാത്മതത്വം, പരമേശ്വര തത്വം, അത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു. ഉൾക്കൊള്ളുന്നു. ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഈശ്വരനെ ഞാൻ കണ്ടെത്തി. ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉൾസാന്നിധ്യമെന്തോ അതാണ് ആ പരമാത്മാ, ആ പരമേശ്വരൻ എന്നിങ്ങനെ ഉറപ്പിച്ച് പറയാൻ തക്ക വിധത്തിൽ മനുഷ്യനെ വിജ്ഞനാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. ആനന്ദോന്മത്തനാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. ആഹ്ലാദ നിർഭരനാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന് ഉപനിഷത് കർത്താവ് പാടിയിട്ടുണ്ട്. ആ പാട്ട് അന്വർത്ഥമാക്കി തരുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ഒരു ഗ്രന്ഥി ഉണ്ടല്ലോ, ആ ഗ്രന്ഥി പൊട്ടിപ്പോകുന്നു, സംശയങ്ങൾ തീരുന്നു, കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നു. ഈ തത്വത്തെ ഏറ്റവും ഉയർന്നതിലും താണതിലും കാണുമ്പോൾ, ഉള്ളിലും പുറത്തും കാണുമ്പോൾ, മുമ്പിലും പിന്നിലും മുകളിലും ചോട്ടിലും വലത്തും ഇടത്തും അകത്തും പുറത്തും ഒരുപോലെ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈശ്വരനാൽ വലയം ചെയ്യപ്പെട്ടവരാണ്. മാത്രമല്ല നമ്മുടെ അന്തരാത്മാവ് എല്ലാറ്റിനെയും വലയം ചെയ്യുന്നു. ഈശ്വരനിൽ നിന്ന് ഒരു മില്ലിമീറ്റർ ദൂരെയല്ല നമ്മളിൽ നിന്ന് ഒരു മില്ലിമീറ്റർ ദൂരെയല്ല ഈശ്വരൻ. ഞാൻ ഈശ്വരനോട് പറയും, അങ്ങയോട് ഞാൻ 2 കാര്യം പറയണു എൻ്റെ പൊന്നീശ്വര. എനിക്ക് ഈശ്വരനോട് വലിയ അടുപ്പാണല്ലോ. എന്തും പറയാം, എന്തും കേൾക്കും. നിങ്ങൾക്കിത് കേൾക്കാനെങ്കിലും സാധിക്കുന്നില്ലല്ലോ. നോക്കൂ, ഈശ്വരനോട് പേടിയേ പാടില്ല. പേടിക്കാൻ ഇവിടെ വേണ്ടതുണ്ട്. എന്തിനാ ഈശ്വരനെ ആ ലിസ്റ്റിൽ ചേർക്കണത്? അപ്പോൾ ഈശ്വരനോട് നിങ്ങൾക്ക് തുറന്ന പെരുമാറ്റമാണ് വേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ ഈശ്വരനാണല്ലോ. അപ്പോൾ ഞാൻ ഈശ്വരനോട് പറയും, അങ്ങയ്ക്ക് 2 കാര്യം സാധിക്കുമോ എൻ്റെ പൊന്നു ഈശ്വര? അങ്ങയുടെ സാമ്രാജ്യത്തിൽ നിന്ന്, അങ്ങയുടെ പരിധിയിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്കാക്കാമോ? പോട്ടെ, എൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പുറത്തു കിടക്കാമോ? ഈ 2 ചോദ്യത്തിനും ഭഗവാൻ ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല, പറയൂല. ഇതാണ് ശ്രീമദ് ഭാഗവതം നമുക്കുണ്ടാക്കി തരുന്ന നേട്ടം. ഭഗവാൻ വെറും സങ്കല്പമല്ല, ഭാവനാ സൃഷ്ടിയല്ല. ഭഗവാൻ ഒരേ ഒരു സാന്നിധ്യമാണ്, വസ്തുവാണ്. നമ്മുടെ ദേഹത്തേക്കാൾ ശക്തമായ സാന്നിധ്യം. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ദേഹമുണ്ടോ അവിടെ? ഇല്ല. ദേഹമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ലോകമില്ല. എന്നാൽ നിങ്ങളില്ലാതെ ആവുന്നുണ്ടോ? ഇല്ല. ഉറങ്ങി എണീറ്റ് പറയണു, ഇതാ ഞാൻ ഉറങ്ങി സുഖമായി എന്ന്. ആ ഞാൻ എന്ന് പറയുന്ന ആ പൊരുളുണ്ടല്ലോ, അതുകൊണ്ട് സൂചിപ്പിക്കുന്ന സാന്നിധ്യം, അതാണ് ഈശ്വരൻ. ഈ സത്യത്തെ ശ്രീമദ് ഭാഗവതം പല പ്രതിപാദനങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ, അവതരണങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, തർക്കങ്ങളിലൂടെ, കഥാകഥനങ്ങളിലൂടെ ഭഗവാനെയും ഭക്തനെയും കൊണ്ടു നിർത്തി സംസാരിപ്പിച്ച്, അങ്ങനെയുള്ള സംസാരത്തിലൂടെ അതൊരു പരമഹംസന് മാത്രമേ സാധിക്കൂ.
അങ്ങനെ എല്ലാ പ്രകാരത്തിലും വെളിപ്പെടുത്തി തരുന്ന മഹാഗ്രന്ഥം നിങ്ങളെല്ലാവരും ചിങ്ങം 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ഒരു ശ്രീമദ് ഭാഗവത മാസാചരണം എന്നുള്ള ഒരു ഉദ്ഘാടനവും തുടക്കം നിങ്ങളെല്ലാവരും കൂടി നടത്തൂ. നിങ്ങൾക്ക് ലോകത്തിൽ പല സംഗതികളും ചെയ്യാൻ സാധിച്ചു എന്ന് വരാം. ചുരുങ്ങിയത് കല്യാണം കഴിച്ച് 2 കുട്ടികളെങ്കിലും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വംശം നിലനിർത്താൻ. ചിലർ സമ്പാദിച്ച് പണമുണ്ടാവും, ചിലർ ഭൂമി മേടിക്കും, ചിലർ കെട്ടിടങ്ങൾ കെട്ടും, ചിലർ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാം എഴുതി കൊടുക്കും മക്കൾക്ക്. അങ്ങനെ പൈതൃക രൂപത്തിൽ നിങ്ങൾക്ക് പലതും കൊടുക്കാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, ഈ സ്വാമിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊന്നുമല്ല ശാശ്വതമായ നേട്ടം, സമ്പത്ത്, അനുഗ്രഹം. ഈ ശ്രീമദ് ഭാഗവതം ഒരു മാസം വായിച്ചും കേട്ടും അങ്ങനെ ആചരിച്ച് ഈ ആചരണങ്ങൾ നിലവിൽ വന്നാൽ അതുകൊണ്ട് നമ്മുടെ സമാജത്തിനും നിങ്ങളുടെ കുടുംബത്തിനും വരും തലമുറകൾക്കും ഉണ്ടാവുന്ന നേട്ടമെന്തോ ആ നേട്ടത്തോട് കിടപിടിക്കാവുന്നതല്ല മറ്റൊന്നും എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതിൽ പ്രതിബദ്ധതയോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, വിവേകത്തോടുകൂടി, വൈരാഗ്യത്തോടുകൂടി, ആത്മസമ്പന്നതയോടുകൂടി ഈ തുടക്കം, ഈ ഉദ്ഘാടനം എല്ലാവരും സ്വീകരിച്ച് അത് നമ്മുടെ ഒരു പാരമ്പര്യമായി തീരട്ടെ. തമിഴ്നാട്ടിലും ഈ 1000-ൽപ്പെട്ട കുറേ സംഖ്യ അവിടെയും ഉണ്ടത്രേ. അവിടുന്ന് ഒരു സ്വാമി ഇവിടെ വന്നിരുന്നു. അങ്ങനെ ചുരുങ്ങിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമെങ്കിലും നമുക്കിത് തുടങ്ങാം. അപ്പുറത്ത് ധാരാളം വടക്കേ ഇന്ത്യയിലൊക്കെ ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടത്ര പ്രസിദ്ധിയുണ്ട്. പക്ഷേ നമ്മളൊരു തുടക്കം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യമൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ, വളരെ നന്നായിരിക്കും. ഇവരെല്ലാവരും കൂടി എൻ്റെ അടുത്ത് ഒന്ന് അവിടെ വന്ന് സംസാരിച്ചൂടെ സ്വാമിജിക്ക് ചോദിച്ചപ്പോൾ അയ്യ എന്നെ അങ്ങനെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. അപ്പോഴാണ് ഞാൻ കുറച്ച് സമയമെടുത്ത് നിങ്ങളെ എല്ലാവരെയും ഒന്ന് അഭിസംബോധന ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാനിതാ പരിസമാപിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. എനിക്കൊരു അനുഗ്രഹം പറയാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. എന്താണത്? നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികൾ ജനിക്കട്ടെ. കുട്ടികൾക്കുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു തലമുറയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ കുട്ടികൾക്ക് ആദ്യമായിട്ട് വേണ്ടത് കുടുംബസ്നേഹമാണ്. അതേപോലെ സമാജസ്നേഹം വേണം. പിന്നെ വേണം അവർക്ക് ഈശ്വര വിശ്വാസം. എല്ലാവരും പഠിച്ചും മറ്റു പ്രകാരത്തിലും യോഗ്യതകളും സാമർഥ്യങ്ങളും കഴിവുകളുമെല്ലാം നേടി നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഉത്പാദനമുണ്ടല്ലോ, ആ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കയ്യും കാലും മനസ്സും കണ്ണുമായി പരിശ്രമിക്കണം. അങ്ങനെ ആയാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സമ്പദ് ശേഷി വളരെ വർദ്ധിക്കും. പിന്നെ എന്താ ആവശ്യം? ഈ ശ്രീമദ് ഭാഗവതത്തെ പോലെ തത്വമൂല്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥങ്ങളുടെ ഒരാചരണവും കൂടി ഉണ്ടായാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ട, അപ്പം എല്ലാമായി. അങ്ങനെ എല്ലാ വിധത്തിലും സമ്പന്നരായി ഉൾ സമൃദ്ധിയോടുകൂടി, ഉൾ ആനന്ദത്തോടുകൂടി, ഉൾ സംതൃപ്തിയോടുകൂടി ആ സംതൃപ്തി പുറത്തേക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ജീവിക്കൂ. അതിനായി ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. ഞാനൊരു ശ്ലോകം കൂടി പറഞ്ഞു നിർത്താം. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം, ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശഃ പ്രദീപഃ, ജയതി ജയതി മേഘശ്യാമളഃ കോമളാംഗോ, ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ, ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരി 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 ഓം തത്സ്. ഒരു സമാപന ഓംകാരം നമുക്കെല്ലാവർക്കും കൂടി ജപിക്കാം. ആ ധ്വനി ഭൂതലം മുഴുവനും വ്യാപിക്കട്ടെ. അതിനുള്ള മുദ്ര ഞാൻ പറഞ്ഞതുപോലെ കൈകോർത്ത് മടിയിൽ വെച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് കണ്ണടച്ച് എൻ്റെ കൂടെ ജപിക്കുക. ഹരി ഓ ഓ
ഹരി ഓം തസ്. എല്ലാവരും നന്നായിരിക്കും.